ഹലോ ഫ്രണ്ട്സ്, ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു അടിപൊളി മെൻ്റലിസം ട്രിക്കാണ്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, ബട്ട് ഇറ്റ്സ് സോ പവർഫുൾ. അത് ഞാൻ നിങ്ങളൊരു പെർഫോമൻസ് കാണിക്കാം, എന്നിട്ട് നമുക്ക് ട്യൂട്ടോറിയൽ നോക്കാം. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഴിവാണല്ലേ. എൻ്റെ ഇവിടെ ഒരു ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. ഈ പ്ലേയിങ് കാർഡ്സ് നിങ്ങൾക്ക് എടുത്ത് ഇൻസ്പെക്ട് ചെയ്യാം. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. വൺസ് നമ്മളിത് ഫുള്ളി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡ്സ് ഒരു റാൻഡം മോഡലായിരിക്കും അല്ലേ. ആർക്കും അറിയില്ല ഏതൊക്കെ കാർഡ്സ് ഏതൊക്കെ പൊസിഷനിലാണെന്ന്. കാരണം നമ്മൾ ഈ കാർഡ്സ് ഫുൾ മിക്സ് ചെയ്തു അല്ലേ. നമ്മളൊരു റാൻഡം മോഡലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ഒരു നോട്ട് പാഡ് ഒരു പെന്നുണ്ട്. ഞാനൊരു പ്രഡിക്ഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, ഇപ്പം നമ്മളിത് നോക്കില്ല. ഇതിൻ്റെ അവസാനം ഈ പ്രഡിക്ഷൻ കറക്റ്റ് ആവുമോ, നമുക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, പ്രഡിക്ഷൻ എപ്പോഴും ഒരു ഫുൾ വ്യൂ തന്നെ ഇവിടെ ഉണ്ടാവും. ഞാനത് ടച്ച് ചെയ്യില്ല. ഇനി നന്നായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംഖ്യ പറയാമോ? ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ 10 and 20. 13. ഓക്കെ, നമുക്ക് 13 കാർഡ്സ് ഡീൽ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ റാൻഡമായിട്ടുള്ള 13 കാർഡ്സ് എടുത്തു. ഇനിയും 13 അല്ലേ സംഖ്യ. സോ 13 2 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1, 3. സോ 1, 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4. ഓക്കെ, സോ വേറെ ഏതെങ്കിലും ഒരു സംഖ്യയാണ് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വേറൊരു കാർഡിലായിരുന്നു എത്തുക അല്ലേ. ബട്ട് യു ചൂസ് 13 ആൻഡ് വി എൻഡഡ് അപ്പ് ഓൺ ദി 8 of clubs. ഈ ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു പ്രഡിക്ഷൻ എഴുതിയായിരുന്നു അല്ലേ നോട്ടിൽ. നമുക്ക് നോക്കിയാലോ പ്രഡിക്ഷനിൽ എന്താണെന്നുള്ളതെന്ന്. It was 8 of clubs. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട് പാഡ്, ഒരു പെൻ വേണം. അതുപോലെ തന്നെ 52 പ്ലേയിങ് കാർഡ്സ്, ജോക്കർ ഇല്ലാതെ ഏത് പ്ലേയിങ് കാർഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, കാർഡ്സ് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. കാർഡ്സ് ഏത് റാൻഡം മോഡലിൽ സ്റ്റാർട്ട് ചെയ്താലും ഈ ട്രിക്ക് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഈ ട്രിക്കിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഡെക്കിലെ 10ാമത്തെ കാർഡ് ഏതാണോ മുകളിൽ നിന്ന് അതായിരിക്കും നിങ്ങളുടെ പ്രഡിക്ഷൻ. ഓക്കെ, സോ ഡെക്കിലെ 10ാമത്തെ കാർഡ് ഏതാണെന്ന് അറിയാമെങ്കിൽ ആ കാർഡായിരിക്കണം നിങ്ങൾ പ്രഡിക്ഷനായിട്ട് എഴുതുന്നത്. സോ എങ്ങനെ 10ാമത്തെ കാർഡ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മൾ ഈ ഡെക്ക് ഫുള്ള് ഷഫിൾ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ പെർഫോമൻസ് ശ്രദ്ധിച്ചെങ്കിൽ അതിൽ ഞാൻ ആ കാർഡ്സ് അവർ ഷഫിൾ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനത് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ. ശരിക്കും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കാർഡ്സ് അതിൻ്റെ ഫേസിൽ നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് റാൻഡമായിട്ട് ഷഫിൾ ചെയ്യുകയാണ്. ഇതുവരെ ട്രിക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. സോ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ജസ്റ്റ് ഇത് കാർഡ്സ് മിക്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, കാരണം നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ. സോ നിങ്ങൾ ചെയ്യേണ്ടത് 10 കാർഡ്സ് അതിൻ്റെ ഫേസിൽ നിന്ന് റൺ ചെയ്യുക ഇതുപോലെ. എന്നിട്ട് 10ാമത്തെ കാർഡ് ഏതാണോ ആ കാർഡ് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇത് ചെയ്യുമ്പോൾ അവരൊരിക്കലും നോട്ടീസ് ചെയ്യില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ സ്ലോ മോഷനിൽ പിന്നെ 10ാമത്തെ കാർഡ് ഏതാണ്? 6 of hearts അല്ലേ. 6 of hearts നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാർഡ്സ് ഡ്രോപ്പ് ചെയ്തു. സോ ഇത്രയും നേരം ട്രിക്കിൽ ജസ്റ്റ് നമ്മൾ ഷഫ്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അവർക്ക് ഇതുവരെ ഇവിടെ സംശയിക്കാനായിട്ടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അല്ലേ. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇത് ഷഫിൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇവിടെ നോട്ടീസബിളായിട്ടുള്ള ഒരു ഡിഫറൻസും തോന്നില്ല. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് അങ്ങനെ ഷഫിൾ ചെയ്യുന്നത് പാടാണ്, അല്ലെങ്കിൽ അങ്ങനെ കാർഡ്സ് നോട്ട് ചെയ്ത് വെക്കുന്നത് പാടാണ് സംസാരിക്കുന്ന കൂട്ടത്തെങ്കിൽ അവർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കാർഡ് എടുത്തിട്ട് ജസ്റ്റ് അവരെ കാണിക്കുന്ന പോലെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കാർഡ്സ് ഫുൾ റാൻഡം മോഡലാണല്ലോ അല്ലേ. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10ാമത്തെ കാർഡ് ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ലേ. ജസ്റ്റ് നിങ്ങൾ അവരോട് കാണിക്കുകയാണ്, ഓക്കെ നമ്മൾ കാർഡ്സ് മിക്സ് ചെയ്തു, ഈ കാർഡ്സ് ഫുൾ റാൻഡം മോഡലാണ് അല്ലേ. അതുകൊണ്ട് ആ സമയത്തും അവർക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. സോ ഓക്കെ, വൺസ് നിങ്ങൾ 10ാമത്തെ കാർഡ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡിക്ഷന് ആ കാർഡ് എഴുതി വെക്കുക. ഇനി അവരോട് 10-നും 20-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ചിന്തിക്കാൻ പറയാം. ഇത് പറയുമ്പോൾ ഞാൻ പെർഫോമൻസ് ചെയ്ത പോലെ ഡയറക്റ്റ് 10-നും 20-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ നാരോ ആയിട്ടുള്ള ഒരു ചോയ്സായി പോകും. അതുകൊണ്ട് നിങ്ങൾ റാൻഡമായിട്ട് അവരോട് ഏതെങ്കിലും ഒരു സംഖ്യ ചിന്തിക്കുക എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 10-നും 20-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ എന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു 10-നും 20-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ ഏതായാലും കുഴപ്പമില്ല. അവർ ഏത് സംഖ്യ വിചാരിച്ചാലും ആ സംഖ്യയുടെ അത്രയും കാർഡ് ടോപ്പിൽ നിന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വിചാരിച്ച ആ സംഖ്യയിൽ തന്നെ 2 ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. ആ 2 ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അത്രയും കാർഡ്സ് ഡീൽ ചെയ്യുക.
ഈ പ്രോസസ്സ് നിങ്ങൾ ഏത് സംഖ്യ വെച്ച് റിപ്പീറ്റ് ചെയ്താലും 10-നും 20-നും ഇടയ്ക്കുള്ള ഏത് സംഖ്യ വെച്ച് റിപ്പീറ്റ് ചെയ്താലും നമ്മളുടെ പ്രഡിക്ഷൻ എപ്പോഴും 100% കറക്റ്റ് ആയിരിക്കും. മാജിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രസൻറ്റേഷനാണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആൾക്കാർ അതെങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കാണിച്ചു തന്ന ഷഫിൾ തന്നെ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും നോട്ടീസ് ചെയ്യില്ല നിങ്ങളവിടെ എന്താ ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുകയാണ്, നിങ്ങളൊരു പ്രസൻറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം ആൾക്കാർക്ക് അത് ഡിസെപ്റ്റീവായിട്ട് തോന്നും. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ പ്രസൻറ്റ് ചെയ്യരുത്. അപ്പോൾ ഗുഡ് ലക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു മെൻ്റലിസം ട്രിക്ക് നോക്കാം. ഓക്കെ, ഗുഡ് ബൈ.